അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ തരുന്ന തിരുവചനം മീഖാ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 6-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, മക്കൾ അമ്മയോടും മരുമക്കൾ അമ്മായിയമ്മയോടും എതിർത്ത് നിൽക്കുന്നു, മനുഷ്യൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെ. നോക്കിക്കേ, നമ്മുടെ ശത്രുക്കൾ ആരാണ്? നമ്മുടെ വീട്ടുകാർ തന്നെയാണ് നമ്മുടെ ശത്രു എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ശത്രുവിനെ അവൻ്റെ 7-ാം വചനത്തിൽ പറയുന്നത്, യഹോവയെങ്കിലേക്ക് നോക്കും, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ ശത്രുവായവളെ ചൊല്ലി സന്തോഷിക്കരുത്, വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. അവിടെ കർത്താവ് ശത്രുവിൻ്റെ മുമ്പാകെ മേശ ഒരുക്കുന്ന ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, വിശ്വസിക്കുവാൻ കഴിയണം. യെരമ്യാ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 6-ാം വചനത്തിൽ പറയുന്നത്, നിന്റെ സഹോദരന്മാരോ പൃഥുഭവനോ നിന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു, അവരും കൂടെ നിന്റെ പിന്നാലെ ആർപ്പ് വിളിക്കുന്നു. അവർ നിന്നോട് ചക്കരവാക്ക് പറഞ്ഞാലും അവരെ വിശ്വസിക്കരുത്. നോക്കിക്കേ, നമ്മുടെ ഭവനക്കാർ തന്നെ നമ്മുടെ ശത്രുവാണ്. അവർ ചക്കരവാക്ക് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവജനത്തിൻ്റെ അവകാശത്തെ തൊടുന്ന അവകാശത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാനും ഈ ശത്രുക്കൾ പരിശ്രമിക്കും. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ വീട്ടുകാർ തന്നെയാണ് നമ്മുടെ ശത്രു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കും. ശത്രുവിനെ ജയിക്കുവാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.